നമസ്കാരം. ഇന്ന് ഞാൻ നിൽക്കുന്നത് ചുണ്ടമ്പറ്റയുള്ള ഷാനവാസ്കാട് വീട് പണി നടക്കുന്നിടത്താണ്. അപ്പോൾ ഇവിടെ DPC എന്ന് പറഞ്ഞിട്ടുള്ള വാട്ടർ പ്രൂഫിംഗ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്തായ രാജേഷിന് ഈ DPCനെ കുറിച്ചിട്ട് കുറച്ച് സംശയങ്ങളുണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഇൻറ്റൻഷൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫൈസലേ, എന്താണ് ഈ DPC? ഈ DPC ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? DPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാം പ്രൂഫ് കോഴ്സിന്റെ ഷോർട്ട് ഫോം ആണ് DPC. അതായത് ഈ പാടം, പുഴയോരം, കായലോരം, കടലോരം, ഈ ചതുപ്പ് സ്ഥലങ്ങള്, വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങള്, ഇങ്ങനത്തെ ഭാഗത്തൊക്കെ വാട്ടർ ടേബിൾ വെള്ളത്തിന്റെ അളവ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. ഈ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഉള്ള സ്ഥലങ്ങളിലൊക്കെ കാപ്പിലറി ആക്ഷൻ ഉണ്ടാവും. അതായത് ഭൂമിയിൽ നിന്ന് ഈർപ്പം, മണ്ണിലുള്ള ഈർപ്പം മുകളിലോട്ട് കയറും. നമ്മൾ അതിനെ റൈസിംഗ് ഡാംനെസ് എന്ന് പറയും. ഈ ഡാംനെസ് നമ്മുടെ ഫൗണ്ടേഷനിലൂടെ മുകളിലോട്ട് കയറി നമ്മളുടെ ചുമരിലുള്ള പുട്ടി, പെയിന്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, പീൽ ഓഫ്, അത് പറഞ്ഞു പോരാൻ സാധ്യത വളരെ കൂടുതലാണ്. പല വീടുകളിലും അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തന്നെ ഈ വീട് ഇരുന്നിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ തന്നെ അവരുടെ പുട്ടി, പെയിന്റ് ഒക്കെ എന്ത് ഉണ്ടാവും, ഇതിങ്ങനെ പറഞ്ഞു പോരും. അപ്പൊ ഇതിനെ നമുക്ക് ഓവർകം ചെയ്യാനാണ് ശരിക്കും നമ്മൾ ഫൗണ്ടേഷന്റെ മുകളിൽ ഈ DPC പറഞ്ഞിട്ടുള്ള സംഭവം നമ്മൾ ചെയ്യുന്നത്. അതാണ് DPCയുടെ ഇന്റൻഷൻ. ഈ കോൺക്രീറ്റിന്റെ മേലെ ഈ കോട്ടിങ് ചെയ്യുന്നുണ്ട് പല സ്ഥലത്തും. പക്ഷെ ഇവിടെ നിങ്ങളൊരു വ്യത്യസ്തമായ മെത്തേഡ്, അതായത് ഒരു ഷീറ്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. എന്താ അതിന്റെ സംഭവം എന്താണ്? ആക്ച്വലി പലരും നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് ബിറ്റുമിനിയസ് ലിക്വിഡ് മെമ്പറൈൻ എന്ന് പറഞ്ഞിട്ടുള്ള കോട്ടിംഗ് സിസ്റ്റമാണ് പലരും ചെയ്യുന്നത്. കോട്ടിംഗ് സിസ്റ്റം ഒരു മോശം ഒരു സിസ്റ്റം ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന്റെ ഒരു ലൈഫ് സ്പാൻ വളരെ കുറവാണ്. നമുക്കൊരു മാക്സിമം ഒരു 5 വർഷമൊക്കെ കിട്ടുള്ളൂ. കാരണം ഇതിന്റെ തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു MM ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ മെമ്പറൈൻ, ബിറ്റുമിനിയസ് മെമ്പറൈൻ എന്ന് പറഞ്ഞ സാധനം, അതായത് ഷീറ്റ്, ഇത് നിയർ അബൌട്ട് ഒരു 3 mm തിക്നെസ് ഉണ്ട്. കാണാൻ പറ്റും 3 mm. ഇതിന്റെ മുകളിൽ ഗ്രാനുൾസ് വരുന്നുണ്ട്. ഈ ഗ്രാനുൾസ് എന്തിനാ വെച്ചാൽ ഈ ബ്രിക്ക് നമ്മൾ ഇതിന്റെ മുകളിൽ ലാറ്ററൈറ്റ് നമ്മൾ ഇതിന്റെ മുകളിൽ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ അതിന് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ മുകളിൽ ഈ ഗ്രാനുൾസ് വരുന്നത്. അപ്പോ ലിക്വിഡ് മെമ്പറൈൻ ചെയ്യുമ്പോൾ അത് ഭയങ്കര ഫൈൻ ആയിരിക്കും. അതായത് അതിന്മേൽ ഒരു ഗ്രിപ്പ് കിട്ടാനുള്ള പോസിബിലിറ്റി കുറവായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ മേലെ എംസാൻഡ് എന്തെങ്കിലും നമ്മൾ സ്പ്രേ ചെയ്യണം. ഈ എംസാൻഡ് സ്പ്രേ ചെയ്യുമ്പോൾ അത് ഡാമേജ് ആവാനുള്ള ഒരു സാധ്യത ഉണ്ട്. പിന്നെ ലിക്വിഡ് മെമ്പറൈന്റെ വേറൊരു നെഗറ്റീവ് എന്താ വെച്ചാൽ ലിക്വിഡ് മെമ്പറൈന്റെ ലൈഫ് സ്പാന് വളരെ കുറവാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് DPCനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വീട് പണിയുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പണിയുന്ന ഒരാൾക്ക് ഒരു തവണ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പിന്നെ വീണ്ടും എന്തെങ്കിലും ഇഷ്യൂസ് ആയിട്ട് 5 വർഷം കണ്ട് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ ഈ നിലവിലുള്ള ബ്രിക്കൊക്കെ ഡിമോളിഷ് ചെയ്തിട്ട് വേണം ഇവിടെ ചെയ്യാൻ. അത് പോസിബിൾ ആയ കാര്യമില്ല. സോ അപ്പൊ നമ്മൾ എപ്പോഴും ഒരു DPC ചെയ്യുമ്പോൾ വൺ ഓഫ് ഏറ്റവും ലോങ്സ്റ്റ്, നമുക്ക് ഏറ്റവും എന്താ പറയുക, ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് മാത്രമേ നമ്മൾ DPCക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇദ്ദേഹത്തിന്റെ ഈ സൈറ്റിൽ നമ്മൾ സജസ്റ്റ് ചെയ്തത് ബിറ്റുമിനിയസ് മെമ്പറൈൻ ആണ്. അത് കാരണം അവർക്ക് എന്തായാലും ഈ വീട് എത്ര കൊല്ലം ഉണ്ടോ അത്രയും കൊല്ലം ഈ ഭൂമിയുടെ അടിയിൽ നിന്ന് ഈർപ്പം മുകളിലോട്ട് കയറുന്നത് ഈ ബിറ്റുമിനിയസ് മെമ്പറൈൻ പ്രൊട്ടക്ട്. ഈ ബ്ലാക്ക് കോട്ടിംഗ് അടിക്കുന്നതിന്റെ ഉദ്ദേശം, ഇത് ബിറ്റുമിനിയസ് പ്രൈമർ ആണ്. നമ്മൾ ഈ മെമ്പറൈൻ അപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുൻപ് ബോണ്ടിങ്ങിന് വേണ്ടി ഈ മെമ്പറൈനും ഈ നമ്മുടെ DPC ഈ തറ ഉണ്ടല്ലോ, ഈ തറയിനായിട്ട് അത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലിക്കേഷൻ ചെയ്യുന്ന ഒരു ബിറ്റുമിനിയസ് പ്രൈമർ ആണ് ഈ ബ്ലാക്ക് കോട്ടിംഗ്. നേരത്തെ നമ്മൾ പറഞ്ഞേ പലരും ചെയ്യുന്നുണ്ട് ഒരു ബ്ലാക്ക് കോട്ടിംഗ് പറഞ്ഞേ, ആ സെയിം സംഭവമാണ് ഇത്. ഇതിലും ബിറ്റുമിന്റെ കണ്ടന്റ് ഉള്ളത് നിയർ അബൌട്ട് 35% ആണ്. അപ്പൊ ഇവിടെ ശരിക്കും നമ്മൾ ഡബിൾ കോട്ടിംഗ് ആണ് ചെയ്യുന്നത്. ആദ്യം പ്രൈമർ അപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ തന്നെ അത് ഇറ്റ്സെൽഫ് ഒരു DPC ആയിട്ട് വർക്ക് ചെയ്യും. അതിന്റെ മുകളിലാണ് നമ്മൾ 3 mm വരുന്ന ബിറ്റുമിനിയസ് മെമ്പറൈൻ അപ്ലിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷന് ഡബിൾ കോട്ടിംഗ് സിസ്റ്റം കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്രയും ഡ്യൂറബിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ ഒരു ലൈഫ് ലഭിക്കും. ഇതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഈർപ്പം മേലേക്ക് എടുക്കാനുള്ള സംഭവം വരുന്നില്ലേ? ആക്ച്വലി അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പൊ നമ്മൾ DPC ചെയ്യുന്നത് ഈ ഫൗണ്ടേഷന്റെ മുകളിൽ മാത്രമാണ്. അപ്പൊ ഈ പോർഷനിൽ നമ്മൾ ശരിക്കും ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ ഉള്ള ഈർപ്പം മുകളിലോട്ട് വരാൻ സാധ്യത ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത ഉണ്ട്. ശരിക്കും നമ്മൾ DPC ചെയ്യുമ്പോൾ റാഫ്റ്റ് ആയിട്ട് ഫുൾ ഏരിയയിലാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അത്യാവശ്യം എക്സ്പെൻസ് വരും, കാരണം നല്ലൊരു എമൗണ്ട് വരും. അപ്പോൾ അവർക്ക് അതിന് പകരം നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുത്ത ഒരു കാര്യം എന്താ വെച്ചാൽ, അവർ ഈ മണ്ണെല്ലാം ഫില്ല് ചെയ്തതിനു ശേഷം PCC ചെയ്യുന്നതിന്റെ മുൻപ് അവർക്കൊരു 1000 മൈക്രോൺ വരുന്ന ഒരു ഷീറ്റ് ഉണ്ട്, സാധാ നമ്മുടെ പ്ലാസ്റ്റിക് ഷീറ്റ്. അത് അതിന്റെ മുകളിൽ ഇട്ടിട്ട് അതിന്റെ മുകളിൽ അവർ PCC ചെയ്താൽ മതി. അപ്പൊ ഈ താഴ്ന്നുള്ള ഈർപ്പത്തിന് അതൊരു വിധം അത് പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ നമ്മൾ അവർ ടൈൽ അപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നല്ല ഗ്രേഡ് കൂടിയിട്ടുള്ള ടൈൽ ഗമ്മ വെച്ചിട്ട് അവര് ടൈൽ അപ്ലിക്കേഷൻ ചെയ്യുക, എപ്പോക്സി ചെയ്യുകയാണെങ്കിൽ ആ ഈർപ്പത്തിന് ആ ടൈൽ അത് റെസിസ്റ്റ് ചെയ്ത് നിർത്തും. കാരണം ഒരിക്കലും ഈർപ്പമാണ് നമുക്ക് താഴ്ന്നു വരുന്നത്, അതല്ല വെള്ളമല്ല, ഈർപ്പാണ്. അപ്പൊ ആ വെള്ളത്തിന് പിന്നെ ഈ ടൈലിന്റെ മുകളിലോട്ട് വരാൻ പറ്റില്ല. പക്ഷെ ചില ഭാഗങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ടൈലിന്റെ കളർ ഫെയ്ഡ് ആയി നിൽക്കുന്നത്. അതൊക്കെ ഇതൊരു കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഈ പാടം പോലത്തെ ഭാഗത്ത് വീട് വെക്കുന്നവർക്കൊക്കെ ആ കളർ ഷെയ്ഡ് ആവാനുള്ള ഒരു കാരണമാണ്. അപ്പൊ അത്തരം ഭാഗങ്ങളിലൊന്നും ഇവർ വൈറ്റ് ഷെയ്ഡിലേക്ക് പോവാതെ ഒരു സംതിങ് ഡാർക്ക് ഷെയ്ഡൊക്കെ ആയിരിക്കും അവർക്ക് നന്നാവുക. ഈ ഷീറ്റ് ഇട്ടതേ, ഇതിന് ക്യൂറിംഗ് ടൈം എത്രയാണ്? നമുക്ക് ഇത് അപ്പൊ തന്നെ കെട്ടാൻ പറ്റുമോ? പിന്നെ ഈ മഴ പെയ്താലുള്ള ഇഷ്യൂകൾ എന്തൊക്കെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ക്യൂറിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ബിറ്റുമിനിയസ് മെമ്പറിന് അങ്ങനെ ക്യൂറിംഗ് ടൈം ഒന്നും ഇല്ല. ക്യൂർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു ലിക്വിഡോ അല്ലെങ്കിൽ സിമെന്റീഷ്യസോ ഒന്നല്ല. ലിക്വിഡിനോ നമുക്ക് ക്യൂറിങ്ങിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. പക്ഷേ നമ്മൾ ലിക്വിഡ് മെമ്പറൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു മിനിമം 3-4 ഡേയ്സ് സെറ്റ് ആവാനുള്ള
ആ സമയത്ത് മഴ പെയ്യരുതെന്നുണ്ട്, പ്രത്യേകിച്ച് ഫസ്റ്റ് 24 hours. പക്ഷേ നമ്മളെ ബിറ്റുമിനിയസ് മെമ്പറൈൻ അപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ പ്രൈമർ അടിക്കുമ്പോൾ മാത്രമാണ് ഒരു പ്രശ്നമുള്ളൂ. കാരണം പ്രൈമർ അപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിമ മഴ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഡ്രൈ ആയിട്ട് നമ്മൾ വീണ്ടും പ്രൈമർ അടിച്ചിട്ട് വേണം മെമ്പറൈൻ ചെയ്യാൻ. പക്ഷെ മെമ്പറൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ അപ്പം തന്നെ മഴ പെയ്യുക അല്ലെങ്കിൽ കുറച്ച് ദിവസം കണ്ട് മഴ പെയ്യുക അതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം മെമ്പറൈൻ നമ്മളെ ജസ്റ്റ് മെൽറ്റ് ആയിട്ടുള്ള ഒരു 5 minutes അത്രേ വേണ്ടുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് മഴ പെയ്താലും വെള്ളം കെട്ടി നിർത്തിയാലും ഒന്നും അവിടെ ഒരു പ്രശ്നം വരുന്നില്ല. അതേപോലെ ബ്രിക്ക് നമുക്ക് അത് അപ്ലിക്കേഷൻ ചെയ്തിട്ട് ഒരു 24 hours കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിന്റെ മുകളിൽ 24 ഒന്നും ശരിക്കും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ മാക്സിമം ഒരു ദിവസം കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബ്രിക്ക് അതേപോലെ സിമെന്റ് മോട്ടാർ ഇട്ടിട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈ കോൺക്രീറ്റിന് ഒരു DPC ആണല്ലോ, ഈ ഇത്രയും ശക്തമായ കോൺക്രീറ്റിന്റെ ഉള്ളിലൂടെ ഈ വെള്ളം എങ്ങനെ കയറാം? ആക്ച്വലി കോൺക്രീറ്റ് തന്നെ ഒരു DPC ആണ്, ഡാം പ്രൂഫ് കോഴ്സ് ആണ്. അതായത് ഈർപ്പത്തിന് കയറാൻ ബുദ്ധിമുട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ആണ് നമ്മുടെ കോൺക്രീറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിപ്പോൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞാലും 8% ആ കോൺക്രീറ്റിന്റെ ഉള്ളിൽ പൊറോസിറ്റി, അതായത് പോറസ്, ഹോൾസ്, എയർവോർഡ്സ് ഉണ്ടാവും. ഈ എയർവോർഡ്സ് കൂടെയാണ് സത്യത്തിൽ ഈർപ്പം പതുക്കെ 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 ആയിട്ട് മുകളിലോട്ട് കയറുന്നത്. അപ്പൊ ഈ മുകളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ പ്രതലം വരെയാണ് ഈർപ്പം എത്തുക. നമ്മൾ ബ്രിക്ക് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ബ്രിക്കുമ്മ കൂടെയാണ് ഇത് കയറുക. ബ്രിക്കുമ്മ കൂടെ കയറുമ്പോൾ ബ്രിക്ക് എന്ത് ചെയ്യും, ഇത് നനഞ്ഞ് പതുക്കെ കുതിരുമ്പോഴാണ് അതിന്റെ 2 സൈഡിലുള്ള പ്ലാസ്റ്ററിങ് അല്ലെങ്കിൽ പുട്ടി, പെയിന്റ് ഇതൊക്കെ പതുക്കെ പീൽ ഓഫ് ആകാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ മുകളിൽ ഒരു ബിറ്റുമിനിയസ് മെമ്പറൈന് പ്രൊട്ടക്ഷൻ ആയിട്ട് കൊടുക്കുമ്പോൾ ഈ ഈർപ്പം വന്നു കഴിഞ്ഞാലും ഇതിന്റെ താഴെ വരെ എത്തുള്ളൂ, പിന്നെ മുകളിലോട്ട് അതിന് കയറാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിന്റെ മുകളിലുള്ള ഈ ബ്രിക്ക് കൺസ്ട്രക്ഷൻ ആണെങ്കിലും ലാറ്ററൈറ്റ് ആണെങ്കിലും അത് അവിടെ പ്രൊട്ടക്റ്റഡ് ആണ് ലൈഫ് ലോങ്. അങ്ങനെയാണ് ഇതിന്റെ ഫംഗ്ഷൻ. അപ്പൊ നമ്മളൊരു എക്സ്ട്രാ പ്രിക്കോഷൻ ആയിട്ടാണ് ഈ ബിറ്റുമിനിയസ് മെമ്പറൈൻ കൊടുക്കുന്നത്. കാരണം അഥവാ ഈ കോൺക്രീറ്റ് ഇതിൽ ഫെയിൽ ആയി DPC റെസിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബാക്കിലോട്ട് പോകാൻ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളത് പിന്നെ ആ ലൈഫ് ലോങ് നമ്മളത് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇടക്കിടക്ക് റിപ്പയർ ചെയ്തിട്ട് എക്സ്പെൻസ് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മളൊരു 1 time ഒരു DPC പ്രോപ്പർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൈഫ് ലോങ് അതിന്മേലുള്ള ഒരു ഇഷ്യൂസ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളത്. ഫൈസലേ, എന്റെ വീടിന് ഇപ്പോ DPC ചെയ്തിട്ടില്ല, അറിയില്ല സംഭവം തന്നെ. അപ്പോ ഇതിപ്പോ ഇനിയിപ്പോ ഈ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം എന്താ ചെയ്യാ? ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു മാർഗമല്ല അത് ശരിയാക്കാൻ. നമുക്ക് ഒരു താൽക്കാലികമായിട്ട് ചിലപ്പോൾ ഒരു 2 കൊല്ലം, ചിലപ്പോൾ ഒരു 5 കൊല്ലം, അത് ആ ഈർപ്പം വരുന്നതിനനുസരിച്ചിരിക്കും. ആക്ച്വലി ഒരു 20% നമുക്ക് മോയ്സ്ചർ മിഷൻ ചെക്ക് ചെയ്തിട്ട് ആ ഈർപ്പത്തിന്റെ വരവ് ഒരു 20% താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോസ്ട്രോക്കിന്റെ ഡാം പ്രൊട്ടക്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്, പല കമ്പനികളുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ചുള്ള ഡാം പ്രൊട്ടക്ട് ആണ് എനിക്ക് കുറച്ച് ബെറ്റർ ആയി തോന്നിട്ടുള്ളത്. പക്ഷേ 20 മേലേക്ക് 30-40 ഒക്കെ അത്യാവശ്യം നല്ല ഈർപ്പം റേസിംഗ് ഡാമിനസ് ആയി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ക്യാൻസർ പോലെയാണ്. നമുക്കത് ശരിയാക്കുന്നതിൽ എന്താ പറയുക, നമ്മൾ ഫെയിൽ ആകും പലപ്പോഴും. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 months, ഒരു 1 year കഴിയുമ്പോൾ തന്നെ അതിൽ ഒരു ഇഷ്യൂസ് വീണ്ടും വരാൻ തുടങ്ങും. അപ്പൊ പിന്നെ നമ്മൾ അതിൽ ഒരു എന്താ പറയുക ടെമ്പററി ആയിട്ടുള്ള സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. രണ്ടാണെങ്കിലും പക്ഷെ 30% മുകളിലുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും ബെസ്റ്റ് മുൻപ് തന്നെ നമുക്ക് ചെയ്യാന്നുള്ളതാണ്. ശേഷത്തിലോട്ട് പോകാതിരിക്കാൻ ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിലവിലുള്ള ആ പ്ലാസ്റ്ററിങ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് റെഡി പ്ലാസ്റ്റർ അപ്ലിക്കേഷൻ ചെയ്തിട്ട് അതിന്റെ ക്യൂറിംഗ് ടൈം കഴിഞ്ഞ് നമ്മൾ ഫോസ്ട്രോക്കിന്റെ ഡാം പ്രൊട്ടക്ട് 2 കോട്ട് അപ്ലിക്കേഷൻ ചെയ്യണം. അതിന്റെ ഇടയിൽ ഒരു ടൈം ഇന്റർവെൽ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുട്ടി പരമാവധി ഇടാതിരിക്കുക. കാരണം പുട്ടിയാണ് പെട്ടെന്ന് പീൽ ഓഫ് ചെയ്യുക. അപ്പൊ പുട്ടി ഇടാതെ ഫോസ്ട്രോക്കിന്റെ തന്നെ വോൾ ഗാർഡ് എന്ന് പറഞ്ഞിട്ട് ബ്രീത്തിങ് കപ്പാസിറ്റി ഉള്ള ഒരു പെയിന്റ് ഉണ്ട്. അത് നമ്മൾ 2 കോട്ട് അപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 വർഷമൊക്കെ നമുക്ക് അതിന്റെ ലൈഫ് കിട്ടുമെന്ന് പറയാം. പക്ഷെ 20% താഴെയാണെങ്കിൽ, 20% മുകൾക്കാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഫൈസലേ, ഈ DPC എന്ന സംഭവം ഇപ്പൊ വന്നാണല്ലോ, ഇതിന്റെ മുന്നേ വീടുകൾ ഒരുപാട് കെട്ടിയിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊന്നും DPC ഇല്ല. അപ്പോ ആ സമയത്തുള്ള വീടുകൾക്കും ചില വീടുകൾക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, ചിലതിന് കണ്ടിട്ടുമില്ല. എന്താ സംഭവം? ആക്ച്വലി രാജേഷ് നല്ലൊരു ചോദ്യമാണ്. അതായത് പലരുടെ ഒരു സംശയമാണ്, ഇപ്പൊ ഈ കാണുന്ന അപ്ലിക്കേഷൻ ഒക്കെ ഇപ്പൊ അടുത്ത് വന്നതല്ലേ, ഇതിന് മുന്നൊന്നും ഇങ്ങനെ ആരും ചെയ്തിട്ടില്ല, അവരെ വീടിനൊരു പ്രശ്നമില്ല, ഇത് മുന്നൊന്നും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, അപ്പൊ ഇതൊക്കെ ശരിക്കും ഒരു ബിസിനസിന്റെ ഭാഗമല്ലേ എന്നുള്ളത് പലരുടെ ഒരു ചോദ്യമാണ്. ന്യായമായ ഒരു ചോദ്യമാണ്. പക്ഷെ അതിന്റെ ഒരു സത്യാവസ്ഥ എന്താ അറിയോ, UK-ലുള്ള ഒരു മീഡിയ ഉണ്ട്, അതായത് ഒരു പത്രമുണ്ട്, ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണൽ എന്നാണ് ആ പത്രത്തിന്റെ പേര്. അവര് 1872, അതായത് 1872 അറൗണ്ട് 120 വർഷങ്ങൾക്ക് മുൻപ് അവരുടെ ഈ ജേർണലില് അവരൊരു ആർട്ടിക്കിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർട്ടിക്കിൾ ഞാൻ ടാഗ് ചെയ്യാം. അപ്പൊ ഈ ആർട്ടിക്കിൾ അവരെന്താ പറയുന്നത് വെച്ചാല്, ഇംഗ്ലണ്ടിലുള്ള പല ബിൽഡിങ്ങുകൾക്കും അല്ലെങ്കിൽ ലോകത്തുള്ള പല ബിൽഡിങ്ങുകൾക്കും ഈ റേസിംഗ് ഡാമേജ് കാരണം പലതരത്തിലുള്ള ഇഷ്യൂസുകൾ വരുന്നുണ്ട്. ആ ഇഷ്യൂസ് കാരണം നമുക്ക് അതിന് DPC ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആയിരുന്നു അത്. അതായത് ഈ സംഭവം ഇന്ന് വന്നതല്ല, കുറെ വർഷങ്ങൾക്ക് മുൻപുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ കൺസ്ട്രക്ഷനിൽ ഇപ്പോഴാണ് ഇത് കണ്ടെത്തിയത്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ DPC ആണെന്നുള്ളത്. അല്ലാതെ ഇത് ഇന്ന് വന്ന സംഭവമല്ല, ഇതൊരു ബിസിനസിന്റെ ഭാഗമല്ല. കാരണം പണ്ടൊന്നും നമ്മൾ ആരും പുട്ടിയിടൂല, ഒരു കോട്ട് പ്രൈമർ, 2 കോട്ട് എമേഷൻ, അങ്ങനെ വീടിനെ കുറിച്ച് ആരും കയറിയില്ല. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ ഓരോരുത്തർ വീട് പണിയുന്നത് 50 ലക്ഷം, 1 കോടി, 2 കോടി. ഈ വീട് തന്നെ അറൗണ്ട് 3000 സ്ക്വയർ ഫീറ്റിന് മേലെ ഉണ്ടായിരിക്കും. അപ്പൊ അത്രയും കെയർ ചെയ്തിട്ട് അവരുടെ ഒരു സ്വപ്നമായിട്ടാണ് വീട് പണിയുന്നത്. പണ്ട് നമ്മള് രാത്രി ഒന്ന് ഉറങ്ങാനുള്ള ഒരു കോൺസെപ്റ്റ് എന്നൊരു വീട് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ അതിന് പോയിട്ട് നമ്മളുടെ ഒരു
ചിലരുടെ ആഡംബരത്തിന്റെ ഭാഗം എന്ന് പറയാം, ചിലരുടെ സ്വപ്നത്തിന്റെ ഒരു ഭാഗം എന്ന് പറയാം. അപ്പൊ അവരത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ ഒരു സ്വപ്ന ഭവനം അത് അതിന്റെ പെർഫെക്ഷനോടെ നിൽക്കണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ വീടിന്റെ ഓരോ സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ വീടിന്റെ ഓരോ ഭാഗം ഇടക്കിടക്ക് നോക്കുന്നുണ്ട്. അപ്പൊ അവര് ഒരു വീടിരുന്നിട്ട് 1 മാസമോ 2 മാസമോ 1 വർഷം ഈ പെയിന്റ് ഒക്കെ പറഞ്ഞു പോയിരുന്നു കാണുമ്പോൾ അവർക്ക് അത് ഒരുപാട് വിഷമമാണ്. സോ അതിനുള്ള ഒരു സൊല്യൂഷൻ, ഈ സൊല്യൂഷനും ഇന്ന് തുടങ്ങിയല്ല, ഇത് 100 വർഷത്തിന് മുകളിലുണ്ട്. ഇപ്പൊ നമ്മളുടെ തന്നെ കേന്ദ്ര ഗവൺമെന്റ്, റെയിൽവേ, സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഇവരെല്ലാം ഈ DPCയും അതുപോലെ ബിറ്റ്യൂണിയസ് മെമ്പറൈനൊക്കെ വർഷങ്ങൾക്ക് മുന്നേ 50 വർഷം മുന്നേ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇത് ഫെമിലർ ആയിട്ടുള്ളത് ഇപ്പോഴാണെന്നുള്ളൂ. അതിനർത്ഥം ഇതൊരു പുതിയ മെത്തേഡല്ല, ഇത് ഒരു പഴയ മെത്തേഡാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയത് ഇപ്പോഴാണ്. അപ്പോൾ ഈ DPCയെ കുറിച്ചിട്ടുള്ള ഞങ്ങളുടെ ഈ സംഭാഷണം നിങ്ങൾക്ക് എല്ലാവർക്കും, ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ വീട് പണിതവർക്കും ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. എനിക്ക് അറിയുന്ന ഉത്തരങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അതിന് മറുപടി നൽകും. അപ്പോൾ ഇത് വാച്ച് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. ശുഭദിനം.